ഒരു ദുരന്തത്തെ ഒഴിവാക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? അതാ പ്രവചനം. അത് കർത്താവ് നടത്തിയിട്ടുണ്ടെന്നേ. ഹോസ്റ്റലന്മാരിലെ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിലപിക്കുക, കാരണം വലിയ സംഭവം വരാൻ പോകുന്നു. അത് പറഞ്ഞു. അതാണ് യഥാർത്ഥ പ്രവചനം. അങ്ങനെ പ്രവചിക്കുക. ദുരന്തങ്ങൾ ഇല്ലാതാക്കാനുള്ള പ്രവചനങ്ങൾ നടത്തുന്നത് ഞാനും വിശ്വസിക്കാം, ഞാനും കൂടാം. ഇവിടെ അത് നടക്കുന്നില്ല പ്രിയമുള്ളവരെ. ഇത് ചൂഷണം നടത്തുകയാണ് പലപ്പോഴും. വിശ്വാസികളായ അവരുടെ വേദനകളെ, ദുഃഖങ്ങളെ, ദുരിതങ്ങളെ, കടബാധ്യതകളെ ചൂഷണം ചെയ്യുകയാണ്. ഇനി പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ പലപ്പോഴും പല ആളുകളുടെ അടുക്കൽ ചെല്ലും, രോഗമായിട്ട് ബുദ്ധിമുട്ടുകളായിട്ട് ചെല്ലുമ്പോഴത്തേനും അവർ തലേ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് വരും, കുറച്ചുകൂടെ ഒക്കെ മാറാനുണ്ട്, നാളെ ഒന്നുകൂടെ വരാൻ പറയും. കസ്റ്റമറിനെ പിന്നെ നിർത്തുക. കർത്താവ് അങ്ങനെ ഒരുത്തനോട് നീ പോയിട്ട് പിന്നെ മാടാന്ന് പറഞ്ഞു വിട്ടായിട്ട് വിടണ്ടോ സുവിശേഷത്തിൽ? എന്നാൽ എന്റെ കണ്ണിന് കാഴ്ചയിട്ട് ഒരു കണ്ണിന് ഞാൻ കാഴ്ച തരുന്നു, ഇനി നീ പോയി 2 ആഴ്ച കഴിഞ്ഞ് വാ, അതിന് മുമ്പ് ഞാൻ അടുത്ത കണ്ണിന്റെ കാഴ്ചയെ പറ്റി ആലോചിക്കട്ടെ എന്ന് പറയും. അങ്ങനെ പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞോ ബൈബിളിൽ എവിടെയല്ലോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്കും നിനക്കും മാതൃക കർത്താവ് വിശ്വസിക്കുകയാണ്. നീ ജീവിക്കേണ്ടത് അവന്റെ പാതയിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞ ഒരു ഈശോ മിശിഹായിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഞാൻ സഞ്ചരിക്കേണ്ട വഴി, ഞാൻ അറിയേണ്ട സത്യം, അത് ഈശോ മിശിഹായ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ നല്ല വിശ്വാസത്തിൽ വളരാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ആരും നിങ്ങളെ ചൂഷണം ചെയ്യരുത്. നിങ്ങളുടെ പരാജയങ്ങളെയും നിങ്ങളുടെ വേദനകളെയും ചൂഷണം ചെയ്യുമ്പോൾ അവരുടെ കീശയിൽ പൈസ കയറുകയാണ്. ആള് കൂടുന്നതനുസരിച്ച് പൈസ കൂടുകയാണ്. അതുകൊണ്ടാണ് ഈ പബ്ലിസിറ്റിയുടെ കാര്യം. എന്തിനാണ് ഈ ധ്യാന കേന്ദ്രങ്ങളിലേക്കും ധ്യാനത്തിനും ഒക്കെ ഇത്രയധികം പബ്ലിസിറ്റി? ഏതെങ്കിലും ഒരു പള്ളിയിലെ തിരുനാൾ വന്നാൽ, യൂദാസ്ലിയുടെ തിരുനാൾ, ആ സമയത്ത് ലോക്കൽ ചാനലിലെ TV ഓണാക്കാൻ പറ്റത്തില്ല. മുഴുവൻ സമയം എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്നയാൾ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ഇന്നയാൾ കുർബാന ചൊല്ലും, ഇന്ന് ഇത്രയധികം ആളുകൾ വന്നിട്ടുണ്ട്, നാളെ ഇത്രയധികം ആളുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു, നാളെ കുർബാന ചൊല്ലുന്ന ഇന്നയാളാണ്. ഇതെല്ലാം പറഞ്ഞ് ആകർഷിക്കുകയാണ്. ഒരു തരത്തിൽ മാർക്കറ്റിംഗ് നടത്തുകയാണ്. ഒരു തരത്തിൽ കർത്താവ് ഈശോ മിശിഹായെ വിറ്റ് കാശാക്കുന്നവരായി നമ്മൾ അധപ്പതിച്ചു. അതിന് കൂട്ടുനിൽക്കുന്നവരുമായി നമ്മൾ ഓരോരുത്തരും. കർത്താവിനെ വിറ്റ് കാശാക്കരുത്. ചതിയാണ് ചെയ്യുന്നത്. സഭ, മിശിഹാ തമ്പുരാൻ സഭ തുടങ്ങിയത് അല്ലെങ്കിൽ സഭ സ്ഥാപിച്ചത് അതിനല്ല. വിശ്വാസത്തിൽ നീതിപൂർവം നിലകൊള്ളുന്ന ഒരു സമൂഹത്തെയാണ് അവിടുന്ന് നിർമ്മിച്ചത്. അവിടെ നിന്ന് അത് വഴിതെറ്റി ഓരോരുത്തരും ഓരോ ആശയങ്ങൾ പഠിപ്പിക്കുന്നവരായി. ഞാൻ ഈ പഠിപ്പിക്കുന്നത് തെറ്റാണോ എന്ന് നിങ്ങൾ ശരിയായ രീതിയിൽ വിശുദ്ധ ഗ്രന്ഥം വായിച്ചു നോക്ക്. എന്നിട്ട് നിങ്ങൾ എന്നെ വെല്ലുവിളിക്കുക, ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ. ഞാൻ ഇതുവരെ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടോ ചോദിക്കാം. വിശ്വാസ തീഷ്ണയാൽ സഭാപിതാക്കന്മാര് നല്ല പ്രബോധനങ്ങൾ കൊടുത്ത്, പഠനങ്ങൾ കൊടുത്ത് വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു സഭ ഇന്ന് വലിയ അന്ധവിശ്വാസങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും കഷ്ടം. അതിനെല്ലാവരും വൈദികരുൾപ്പെടെ സകലരും അതിന് കൂട്ടുനിൽക്കുക. കാരണം എന്നാണെന്നറിയോ? ജനങ്ങൾ തള്ളിക്കേറുന്നിടത്താണ് ഏതാണ്ടെല്ലാം നടക്കുന്നത് നമ്മുടെ വിചാരം. കുറെ രക്ഷകരായിട്ടുള്ള കുറെ ധ്യാനഗുരുക്കന്മാരുണ്ട്. അവരുടെ അടുക്കലേക്ക് ആളുകൾ നീങ്ങിക്കൂടും. അവരിപ്പോ ഒരു ഓൾമോസ്റ്റ് ലൈക്ക് സെലിബ്രിറ്റീസ് ആണ്. ഓരോ സ്ഥലങ്ങളിൽ അവർ വരുമ്പോഴത്തേനും വരുന്നതിന് 6 മാസം മുമ്പേ ഫ്ലെക്സുകളെല്ലാം അടിച്ച് റോഡിൽ വെച്ച് കഴിഞ്ഞു. ഇതാ ധ്യാനം നയിക്കുന്നു ഈ മഹാനായ വ്യക്തി. ഇടവക ധ്യാനം എന്നാ പറയുന്നത്. എന്നാൽ നാട്ടിൽ മുഴുവൻ കൊണ്ട് ഫ്ലെക്സ് വെക്കും. ഈ ഇടവക്കാരുടെ സ്ഥലത്ത് മാത്രം വെച്ചാൽ പോലെ ഫൊറോനായിലും രൂപതയിലും ഉള്ള സർവ്വ പള്ളികളിലും കൊണ്ട് ഫ്ലെക്സ് വെക്കുന്ന കാണാം. എല്ലാ വലിയ വലിയ ധ്യാനഗുരുക്കന്മാരെ ഇപ്പൊ വിളിക്കത്തുള്ളൂ. സാധാരണ ചൊക്കട അച്ഛന്മാരെ ഒന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ല. എന്നെപ്പോലുള്ളവന്മാരെ അല്ലെങ്കിൽ അതായത് സാധാരണ ഇവിടെയുള്ള അച്ഛനെയൊക്കെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു അത്ഭുതം നടക്കത്തില്ലെന്നേ. മറ്റവർ അവിടെ അട്ടപ്പാടിയിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പിന്നെ ഇപ്പൊ തിരുവനന്തപുരത്തു നിന്ന് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ വന്നാലേ സംഗതികളൊക്കെ നടക്കത്തുള്ളൂ. ഈ അവസ്ഥയിലായി സഭ വളരുക എന്നാ പറയുന്നത്. ജനക്കൂട്ടം തടിച്ചു കൂടിയപ്പോൾ, കർത്താവിന്റെ പിന്നാലെ ജനക്കൂട്ടം തടിച്ചു കൂടിയപ്പോൾ അവൻ അവിടെ നിന്ന് ഓടി മാറിയെന്നാ സുവിശേഷ ഗ്രന്ഥം പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവൻ തിരിഞ്ഞു നിന്നിട്ട് അവരോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അനുഗമിക്കുന്നത്. അല്ലാതെ നിങ്ങൾ എന്നോട് സ്നേഹം ഉണ്ടായിട്ടോ എന്നിലൂടെ പിതാവായ ദൈവത്തെ മനസ്സിലാക്കിയിട്ടോ അല്ല നിങ്ങൾ എന്നെ അനുഗമിക്കുന്നത്. ഇത് തന്നെയാണ് നമുക്കും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൈവത്തെ മനസ്സിലാക്കാനോ സ്നേഹിക്കാനോ അറിയാനോ ഉള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നില്ല. നമുക്ക് കൂട്ടങ്ങളും ആരവങ്ങളും മതി. ധ്യാനം നടത്താൻ വരുന്ന അച്ഛൻ ആദ്യം നോക്കുന്നത് മൊത്തം എത്ര പേര് വന്നിട്ടുണ്ട്. 5000 പേരെ വന്നിട്ടുള്ളൂ. ഞാനൊരു 10,000-നെയാണ് പ്രതീക്ഷിച്ചത്. അപ്പൊ ഈ പ്രാവശ്യത്തെ തോത്രക്കാഴ്ച കുറയും. സംഗതിയൊക്കെ പോയി. സംഗതി മറ്റേ കീശയില, ഈശോയിലാണെന്റെ വിശ്വാസം, കീശയിലാണെന്റെ അങ്ങനെ ഏതാണ്ടൊരു പഴഞ്ചൊല്ലാണ്ടില്ല, ഒരു പാട്ട് ഏതാണ്ടില്ല. ഇങ്ങനത്തെ പരിപാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക.
ഇനിയിപ്പോൾ ഇത് ഞാൻ വിളിച്ചു പറഞ്ഞു കഴിയുമ്പോൾ ഇനിയിപ്പോൾ നാളെ എന്താ തന്നെ എന്തെങ്കിലുമൊക്കെ ആകട്ടെ. ഏതായാലും നമ്മൾ തമ്പുരാന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഇഷ്ടംപോലെ കല്ലേറുകൾ കൊള്ളുന്നുണ്ട്. പക്ഷെ സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ പറയുന്നത്, നമ്മളും നിങ്ങളും ഒന്നും വഞ്ചിതരാകരുത്. ഈശോ മിശിഹ ഇമാതിരി ഒരു പരിപാടിയും ചെയ്തതായിട്ട് സുവിശേഷ ഗ്രന്ഥത്തിൽ കാണുന്നില്ല. ഈശോ ഏതെങ്കിലും ഒരു അന്ധനെ സുഖപ്പെടുത്താൻ കണ്ണുകൾ തുറക്കട്ടെ എന്ന് പറഞ്ഞായിട്ട് കാണുന്നില്ല. പിന്നെ ഇവൻ എവിടുന്ന് കിട്ടി ഈ ഐഡിയ? പൗലോസ്ലിയ പറയുന്നു, നീ ഭാഷാവരത്തിൽ സ്തുതിക്കുന്നെങ്കിൽ നീ ഒറ്റയ്ക്ക് പോയിരുന്നു സ്തുതിച്ചോ. നിനക്ക് ഭാഷാവരത്തിൽ കിടന്ന് വേളം വെക്കണം, നീ അകത്തങ്ങാനും കയറുന്നു. അല്ലെ കൂടെ ഒരുത്തനെ വിളിച്ചു നിർത്ത. നീ ഈ ഭാഷാവരത്തിൽ പറയുന്ന വ്യാഖ്യാനിക്കാൻ വിവരമുള്ളവനെ, നീ പറയുന്ന ഭാഷാവരം മനസ്സിലാക്കി അത് വ്യാഖ്യാനിച്ച് ദൈവജനത്തിന് കൊടുക്കാൻ കഴിവുള്ള ഒരുത്തനെ നീ പിടിച്ചു നിർത്ത്. ഇല്ലെങ്കിൽ നാട്ടുകാർ കണ്ടിട്ട് പറയും ഇവന്മാർക്ക് ഭ്രാന്താന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരായിട്ട് വായി വരുന്ന വിളിച്ച് പറയുന്നതെന്ന് പറയും. ഈശോ ഇങ്ങനെ ചെയ്തതായിട്ട് കാണുന്നില്ല. അവിടെയാണ് പ്രശ്നം. ബാലികയെ ഉയർപ്പിച്ചു, ഈശോ ഇങ്ങനെ പറഞ്ഞായിട്ട് കാണുന്നില്ല. ഈശോ തന്റെ ഭാഷ തലീത്താക്കും എന്നാ പറഞ്ഞു. ആളുകളും ആരവങ്ങളും ബഹളങ്ങളും ഒക്കെയായി ഞാനൊരു സെലിബ്രിറ്റിയെ പോലെ വരുന്നു. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു, ഞാൻ പല ധ്യാന കേന്ദ്രങ്ങളിലും പോയിരുന്ന് വളരെ സങ്കടത്തോടെ പങ്കെടുത്തിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. വലിയ ഭയങ്കര മ്യൂസിക്, തീം മ്യൂസിക് ഒക്കെ ഇട്ട് ഭയങ്കര മ്യൂസിക് ഒക്കെ ഇട്ടാണ് ഈ ധ്യാനഗുരു ഇങ്ങോട്ട് പ്രവേശിക്കുന്നത്. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വലിയ ആക്ഷൻ മൂവിക്കകത്തേക്ക് എൻട്രി നടത്തുന്ന പോലെ. കർത്താവ് ശംശയ എവിടെയാണ്? ഏത് കീബോർഡ് വെച്ചാണ് ഈ പുള്ളി കർത്താവ് ഉയർത്തപ്പോ ആരാ മ്യൂസിക് ഇട്ട് കൊടുത്തായിരുന്നു? ജനിച്ചപ്പോ ശരിയാ മാലാഖമാര് ചില പാട്ടൊക്കെ പാടിയതായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അത്യുന്നതങ്ങൾ അത് നമ്മുടെ കുർബാനയുടെ ആദ്യത്തെ നമ്മൾ പാടുന്നുണ്ട്, അത്യുന്നതങ്ങൾ ദൈവത്തിന്. കാരണം ഞാൻ കേട്ടിട്ടുള്ളതിൽ ഞാൻ അറിഞ്ഞിട്ടുള്ളത് മനുഷ്യരാൽ എഴുതപ്പെടാത്ത, മനുഷ്യരാൽ കമ്പോസ് ചെയ്യപ്പെടാത്ത ഒരു ഗാനം ഉണ്ടെങ്കിൽ അതിതാ. ഏതാ? അത്യുന്നതങ്ങളെ ദൈവത്തിന് സ്തുതി. അത് സ്വർഗത്തിൽ നിന്ന് ദൈവപുത്രൻ ഇങ്ങോട്ട് പോന്നപ്പോഴത്തേക്കിന് ഭൂമിയിലും അവൻ ആ കുഞ്ഞിന്, ശിശുവിന് ഒരു സ്വർഗീയ അന്തരീക്ഷം തീർക്കാൻ വേണ്ടി അവർ പാടിയതാ. അല്ലാണ്ട് ബഹളം വെച്ച് കൊച്ചിന്റെ ഉറക്കം കളയാൻ വേണ്ടിയല്ല. അവരവരെ കുഞ്ഞിനെ ശാന്തമായിട്ട് അവിടെ കിടക്കാൻ വേണ്ടി പാടിയ പാട്ടാ. ആ സ്വർഗീയ അന്തരീക്ഷം ഭൂമിയിലും ആ കൊച്ചിന് തീർക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക്, നല്ല മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞതിന്റെ കാരണം. അപ്പൊ നമ്മളൊന്ന് ഓർക്കുക പ്രിയമുള്ളവരെ, ഓരോന്നും ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ ഓരോരുത്തർ ചെയ്യുന്നത് ശരിയെന്നോ തെറ്റെന്നോ പറയാൻ ഞാൻ ആളല്ല. പക്ഷെങ്കിൽ മിശിഹ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, മിശിഹ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. നമ്മുടെ രക്ഷകനും നാഥനുമായ കർത്താവ് യേശു മിശിഹ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു. നിങ്ങൾ ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈശോ തന്റെ സഭ സ്ഥാപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈശോ തന്റെ പരസ്യ ജീവിത കാലത്ത് യഹൂദരുടെ ഇടയിലും അതുപോലെ തന്നെ അക്കാലഘട്ടത്തിൽ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന മറ്റ് മതങ്ങളുടെ അല്ലെങ്കിൽ മറ്റു വിശ്വാസങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെയും അതുപോലെ തന്നെ നിയമജ്ഞന്മാരുടെ നിയമപഠനങ്ങളും നിയമങ്ങളെ കീറിമുറിച്ച് പല തരങ്ങളാക്കിയിട്ട് അവരെ സ്വയം ന്യായീകരിക്കുകയും പാവപ്പെട്ടവന്റെ തലയിലേക്കുള്ള നിയമം മുഴുവൻ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന തരം പരിപാടികളെല്ലാം കണ്ടുമടുത്താണ് കർത്താവ് യേശു മിശിഹ തന്റെ സഭ സ്ഥാപിക്കുന്നത്. ഇതെല്ലാം എടുത്ത് മാറ്റിക്കൊണ്ടാണ് കർത്താവ് യേശു മിശിഹ സഭ സ്ഥാപിക്കുക. എന്നാൽ ഇന്ന് ഈ പറയുന്ന സർവ്വ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മുടെ ദേവാലയങ്ങളിൽ കയറിയിരിക്കുന്നു.